ഇന്നലെ നല്ല സോയാബോൾ കറിയും അപ്പമാണേ. പെട്ടെന്ന് തന്നെ കറി കുക്കറിലേക്ക് ആക്കി വെച്ചിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ നിന്നത്. സാധാരണ ഞാൻ കുറേ നാളായിട്ട് ചായ കുടിയല്ലല്ലോ, കാപ്പിയുടിയായിരുന്നു. അതിനുശേഷം ആ കാപ്പിയുടി അങ്ങോട്ട് ശരിയാവുന്നില്ലാടോ. അതുകൊണ്ട് ദിവസങ്ങൾക്കൊന്നും ഒരു ഉഷാറില്ല. പെട്ടെന്ന് തന്നെ അപ്പമൊക്കെ ചുട്ടെടുത്ത്. കാരണം മീൻ നേരത്തെ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ചെങ്കലവായും പിന്നെ കുറച്ച് അയിലയും കുറച്ച് കുഞ്ഞുവറ്റയൊക്കെ ആയിരുന്നു. ഒരു മീഡിയം ചട്ടിക്കകത്തേക്ക് ഞാൻ ആക്കിയിട്ട് ആ കവർ അങ്ങോട്ട് കഴുകിയെടുത്ത് ഉണങ്ങാനായിട്ട് വെച്ച്. അതാവുമ്പം മറ്റേ നമ്മുടെ ചേച്ചിമാർ വരുമ്പം ഈ കവർ ഉണങ്ങി കൊടുത്തില്ലെങ്കിൽ ആ ഉറവായിലിരിക്കുന്ന വഴക്കൊക്കെ കേൾക്കേണ്ടി വരും. അങ്ങനെ കറിക്കുള്ള മീനും പൊരിക്കാനുള്ളതും എല്ലാം വെട്ടി വന്നപ്പോൾ അടുക്കളയുടെ കോലം കൊണ്ട് എൻ്റെ ബോധം പോയില്ലെന്നേ ഉള്ളൂ കേട്ടോ. കാരണം അമ്മാതിരി പാത്രങ്ങളുണ്ടായിരുന്നു, അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ ഒരുവിധം അങ്ങോട്ടെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു. കോവയ്ക്ക മെഴുക്കിടാനായിട്ട് അരിഞ്ഞ് അങ്ങോട്ട് അടുപ്പത്തേക്ക് പെട്ടെന്ന് തന്നെ വെച്ച്. നല്ല വെയിൽ ഉദിച്ച് നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ പുറവശം ഫുള്ളും പാടമാണ്. നല്ല പച്ചപ്പ് നിറങ്ങി നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. ഇവിടെയായിട്ട് നമ്മുടെ വീട്ടിലെ പഞ്ചാരപ്പാട്ട എന്നും വെള്ളത്തിലാടെ. എന്തെന്ന് വെച്ചാൽ അതിനകത്ത് നിറയെ ഉറുമ്പ് കയറും എപ്പോഴും. എന്താണെന്നറിയില്ല, ചിലപ്പോൾ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കും. അതങ്ങനെ ഒരു താലത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കാനായിട്ട് ഞാൻ ചെങ്കലുവാണ് എടുത്ത്. ഓരോ നാട്ടിലും ഈ മീനിനെ ഓരോ പേരല്ലേ പറയുന്നത്. ചെങ്കണ്ണി, ചെങ്കലുവ, ചെമ്മീനല്ല, ചുവന്നിരിക്കുന്ന മീനെ വേറൊരു പേര് പറയല്ലോ. എനിക്ക് അധികം പേരൊന്നും അറിയില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ പന്തളത്ത് ചെങ്കലുവ എന്നാണ് പറയുന്നത്. അത് ഞാൻ അങ്ങോട്ട് പൊരിക്കാനായിട്ട് മാറ്റിയെടുത്ത് ബാക്കിയുള്ള മീനുകളൊക്കെ കറി വെക്കാനെടുത്തു. ചെങ്കലുവ ഇവിടെ അധികം വാങ്ങിക്കാറില്ല. എനിക്കാണെങ്കിൽ ഈ മീൻ പൊരിച്ച് കഴിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം ചെങ്കലുവ അങ്ങനെ വാങ്ങിച്ചിട്ടേ ഇല്ല. ഒരു 1-2 തവണ എന്തോ ഒന്ന് വാങ്ങിച്ചുള്ളൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെയെല്ലാം ഒതുക്കിയിട്ടിട്ട് പോയി വന്നപ്പോൾ ഉമ്മച്ചി ഒന്ന് മാങ്ങ ചെത്തിയത്. എല്ലാം ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ട് ഞാൻ ഇനിയും പോയി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ശരി, ടാറ്റാ.